വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കോമോഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആണ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ക്രക്സ് പോയിന്റ്സ് മാത്രം അഥവാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? അതാണ് ലോക്കോമോഷൻ മൂവ്മെന്റിന്റെ വൺ ഷോട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മസിൽസ് നോക്കാം. എന്താണ് ടൈപ്സ് ഓഫ് മസിൽസ് നോക്കുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന ടൈപ്സ് ഓഫ് മസിൽസ്? ഒന്നാണ് സ്കെലറ്റൽ മസിൽ. ഓക്കെ, MS ഇട്ട മസിൽ എന്നാണ് അർത്ഥം. രണ്ട്, സ്മൂത്ത് മസിൽ. മൂന്ന്, കാർഡിയാക് മസിൽ. ഓക്കെ, സ്കെലറ്റൽ മസിൽ എന്ന് വിളിക്കാൻ കാരണം എന്താ? അത് ഈ മസിൽ കാണുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ബോൺസുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാണ് സ്കെലറ്റൽ മസിൽ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, ഇതെന്താണ്? സ്ട്രയേറ്റഡ് ആണ്. സ്ട്രയേറ്റഡ് മസിലാണ്. മസിൽ ഫൈബേഴ്സ് പാരലലി അറേഞ്ച്ഡ് ആണ്. മസിൽ ഫൈബേഴ്സ് ആണ്. ഈ മസിൽ എന്ന് പറയുന്നത് വോളണ്ടറി ആക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വോളണ്ടറി ആക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ സ്മൂത്ത് മസിൽ എവിടെ കാണുന്നത്? സീൻ ഇൻ ഇന്റേണൽ ഓർഗൻസിലാണ് സ്മൂത്ത് മസിൽസ് കാണുക. ഓക്കെ അല്ലേ? സ്ട്രയേറ്റഡ് മസിലാണോ? അല്ല, നോൺ സ്ട്രയേറ്റഡ് ആണ്. ഓക്കെ, നോൺ സ്ട്രയേറ്റഡ് മസിലാണ്. ഓക്കെ അല്ലേ? സ്ട്രയേറ്റഡും നോൺ സ്ട്രയേഷൻ എന്താ ഉദ്ദേശിച്ചാൽ നമ്മൾ മസിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വര ഓക്കെ, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് കാണുന്നുണ്ടെങ്കിൽ സ്ട്രയേഷൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ഇല്ലെങ്കിൽ സ്ട്രയേഷൻസ് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ മസിൽ എന്താണ്? സ്പിൻഡിൽ ഷേപ്പ് ആണ്. ഓക്കെ, എന്താണ്? സ്പിൻഡിൽ ഷേപ്പ്. അതായത് നമ്മൾ സ്മൂത്ത് മസിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഏകദേശം ദാണ്ടെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? സ്പിൻഡിൽ ഷേപ്പാണ് വരാം. ഓക്കെ അല്ലേ? ശരി, ഇതെന്ത് മസിലാണ്? ഇൻവോളണ്ടറി മസിലാണ്. നമുക്കൊന്ന് ഇൻഡസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇൻവോളണ്ടറി മസിലാണ്. ഓക്കെ അല്ലേ? ഇനി കാർഡിയാക് മസിൽ എവിടെ കാണാം? സീൻ ഇൻ ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. എന്ത് മസിലാ? സ്ട്രയേറ്റഡ് ആണ്. കാർഡിയാക് എന്താണ്? സ്ട്രയേറ്റഡ് മസിലാണ്. ഓക്കെ, സ്ട്രയേറ്റഡ് മസിലാണ്. ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഹൈലി ബ്രാഞ്ച്ഡ് മസിലാണ് എന്ത്? കാർഡിയാക് മസിൽ. ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതെന്ത് മസിലാണ്? ഇൻവോളണ്ടറി മസിലാണ്. ഇൻവോളണ്ടറി മസിൽ. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ ഈ കാർഡിയാക് മസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേക സ്ട്രക്ചർ പ്രസന്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഇന്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ എന്താണ്? കാർഡിയാക് മസിൽ പ്രസന്റ് ആണ്. അതെവിടെയില്ല? ഇൻവോളണ്ടറി മസിൽ, അതായത് സ്മൂത്ത് മസിലില്ല, സ്കെലറ്റൽ മസിലില്ല. ഇന്റർകാലേറ്റഡ് ഡിസ്ക് കാണുന്ന ഒരേ ഒരു മസിലാണ് കാർഡിയാക് മസിൽ. ഓക്കെ, സ്കെലറ്റൽ മസിലിന്റെ എക്സാമ്പിൾ എന്താ? ഇത് ബൈസെപ്സ്. ഓക്കെ, ബൈസെപ്സ് കേട്ടിട്ടുണ്ടോ? നമ്മളെ ഇതാണെന്ത്? ബൈസെപ്സ്. ഇതെന്താ? ട്രൈസെപ്സ്. ഓക്കെ, അപ്പോൾ ബൈസെപ്സ് ഒരു എക്സാമ്പിൾ ആണ്. ട്രൈസെപ്സ് വേറൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ മസിൽ എവിടെ കാണുന്നത്? ഇൻഡസ്റ്റൈനിലാണ് കാണുന്നത്. അതായത് ഇന്റേണൽ ഓർഗൻസിലാണ് എന്ത് കാണുന്നത്? ഈ മസിൽ കാണുന്നത്, ഇൻഡസ്റ്റൈൻ മസിൽസ്. അപ്പോൾ സ്മൂത്ത് മസിലിന് ഇൻഡസ്റ്റൈനിൽ കാണുന്നുണ്ട്, ഇന്റേണൽ ഓർഗൻസിൽ കാണുന്നുണ്ട്. ഇതിനെന്ത് വിളിക്കും? വിസറൽ മസിൽ എന്നും പറയാറുണ്ട്. വിസറൽ മസിൽ. വിസറ മീൻസ് ഇന്റേണൽ ഓർഗൻസ് ആണ് മീൻ. ഓക്കെ, കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് അവിടെ കാണുന്നത് ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസ് ആണത് കാർഡിയാക് മസിൽ. ഓക്കെ, ഹാർട്ട് മസിൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് മസിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു മസിൽ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഒരു മസിൽ സെല്ല് നോക്കാം. MS മീൻസ് മസിൽ സെൽ കേട്ടോ. MS മീൻസ് മസിൽ സെല്ല്. മസിൽ സെൽ എന്താണ്? ഒരു ഇലോങ്ങേറ്റഡ് സെല്ലാണെന്ത്? മസിൽ സെൽ. ഓക്കെ, ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് മസിൽ സെൽ ഈസ് കോൾഡ് സാർക്കോലെമ്മ. ഓക്കെ, സാർക്കോലെമ്മ എന്നാണ് പറയുക. ദ റീജിയൺ ഇൻസൈഡ് ഓഫ് സാർക്കോലെമ്മ ഈസ് കോൾഡ് സാർക്കോപ്ലാസം. ഓക്കെ, സെല്ലിന് എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. സെല്ലിന് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്ത് കാണാറുണ്ട്? ഇതിനകത്ത് കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് വേറെ പേരാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രസന്റ് ഇൻസൈഡ് ഓഫ് മസിൽ സെൽ ഈസ് കോൾഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറയുക. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർ കാൽസ്യം അയോൺസ്. കാൽസ്യം അയോൺസിനെ സ്റ്റോർ ചെയ്യാനാണ് ഇതിന്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ പോയിന്റ് മാത്രം പഠിച്ചേക്കാം. ഓക്കെ, കാൽസ്യം അയോൺസ് സ്റ്റോർ ചെയ്യുന്ന സെന്റർ ഏതാ? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് പഠിക്കാം? മസിൽ ഫിലമെന്റ്സ്. ഓക്കെ, നമ്മൾ ഇവിടെ എത്ര മസിൽ ഫിലമെന്റ്സ് ഉണ്ട്? 2 മസിൽ ഫിലമെന്റ്സ്. ഏതൊക്കെയാണ്? ഒന്ന് ആക്റ്റിൻ എന്ന് പറയുമ്പോൾ തിൻ ഫിലമെന്റ് എന്നാണ് പറയുക. ആക്റ്റിൻ എന്ന് പറയും തിൻ ഫിലമെന്റ്. എന്താണ്? മയോസിൻ എന്ന് പറയുമ്പോൾ തിക്ക് ഫിലമെന്റ്. ഓക്കെ, തിക്ക് ഫിലമെന്റ്, അതാണ് എന്ത്? മയോസിൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആക്റ്റിൻ. അപ്പോൾ ആക്റ്റിൻ നമ്മൾ എന്ത് വിളിക്കും? തിൻ എന്ന് പറയുമ്പോൾ തിൻ ഫിലമെന്റ്. അപ്പോൾ ആക്റ്റിന്റെ കമ്പോണൻസ് നോക്കുമ്പോൾ എത്ര കമ്പോണൻസ് ഉണ്ട്? ട്രോപ്പോണിൻ ഉണ്ട്, ട്രോപ്പോമൈസിൻ ഉണ്ട്, എഫ് ആക്റ്റിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണന്റ് ആക്കി എഴുതാം. ഓക്കെ, ഒന്നാമത്തെ കമ്പോണന്റ് ആണ് എഫ് ആക്റ്റിൻ, ഫിലമെന്റസ് ആക്റ്റിൻ എന്ന് പറയാം. എഫ് ആക്റ്റിൻ. ഈ എഫ് ആക്റ്റിൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഓരോ ഗ്ലോബ് ഓക്കെ, ഇങ്ങനെ റൗണ്ട് പ്രോട്ടീൻ ആണിത്. ഗ്ലോബ് പ്രോട്ടീൻ. ദിസ് ഈസ് കോൾഡ് ജി പ്രോട്ടീൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ പ്രോട്ടീൻ. എഫ് ആക്റ്റിൻ ഇസ് മേഡ് അപ്പ് ഓഫ് ജി പ്രോട്ടീൻ. ഇതാണ് ജി പ്രോട്ടീൻ. ഓക്കെ, രണ്ടാമത്തെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോമയോസിൻ.
ട്രോപ്പോമയോസിൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ബ്രൗൺ ലൈക്ക് സ്ട്രക്ചറാണിത്, ബ്രൗൺ ലൈക്ക് പ്രോട്ടീൻ ആണിത് ട്രോപ്പോമയോസിൻ. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. മൂന്നാമതാണ് ട്രോപ്പോണിൻ. ഓക്കെ, ട്രോപ്പോണിൻ. ഈ ട്രോപ്പോമയോസിനിൽ കാണുന്ന ഈ റെഗുലർ ഇന്റർവെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഈ പ്രോട്ടീനെ വിളിക്കുന്ന പറയുന്നത് ട്രോപ്പോണിൻ. വിളിക്കും ട്രോപ്പോണിൻ. അപ്പോൾ ട്രോപ്പോണിൻ എന്ന് പറയുമ്പോൾ ട്രോപ്പോണിൻ സീനോൺ ട്രോപ്പോമയോസിൻ. ഓക്കെ, ഇത് എവിടെയാണ് ഉള്ളത്? പഠിക്കാണ്ടെങ്കിൽ ഈ പോയിന്റ് മാത്രം പഠിച്ചുക. ഇറ്റ് സിറ്റുവേറ്റഡ് അറ്റ് മയോസിൻ ബൈൻഡിങ് സൈറ്റ്. മയോസിന്, അതായത് ഇത് ആക്റ്റിൻ ആണെങ്കിൽ ഇത് മയോസിനാണ്. മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റിലാണ് ആരിയിരിക്കുന്നത്? നമ്മളെ ട്രോപ്പോണിൻ ഇരിക്കുന്നത്. അതായത് ഇതാണ് മയോസിൻ്റെ ഹെഡ് എങ്കിൽ ഇത് ആക്റ്റിനാണ്. അപ്പം ആക്റ്റിനിൽ കയറി ബൈൻഡ് ചെയ്യണം. ആര് ബൈൻഡ് ചെയ്യണം? മയോസിന് ഹെഡ് ബൈൻഡ് ചെയ്യണം. മയോസിന് ഹെഡ് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലത്ത് ആര് ഇരിപ്പുണ്ട്? ട്രോപ്പോണിൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ അറ്റ് മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, പഠിക്കാണ്ട് എന്ന് മാത്രം പഠിക്കുക, ഈ പോയിന്റ് മാത്രം പഠിച്ചേക്കുക. ഓക്കെ, അത് മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇതാണിത് ആക്റ്റിൻ. നെക്സ്റ്റ് സ്ട്രക്ചർ എന്താ? മയോസിൻ. അപ്പോൾ മയോസിൻ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് വിളിക്കാറുണ്ട്? ഭയങ്കര തിക്കാണ് കാണുക. അപ്പോൾ എന്ത് വിളിക്കും? തിക്ക് ഫിലമെന്റ് നമ്മൾ വിളിക്കാറുണ്ട്. എന്ത് വിളിക്കും? തിക്ക് ഫിലമെന്റ്. അപ്പോൾ തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ നോക്കുമ്പോൾ മയോസിന് എത്ര സ്ട്രക്ചർ ഉണ്ട്? എത്ര കമ്പോണന്റ് ഉണ്ട്? 1, 2, 3. ഒന്നെന്താ? ഹെഡ്. രണ്ടെന്താ? ക്രോസ് ഏതാണ്? ഒന്ന് കട്ട് ചെയ്യണേ. രണ്ടെന്താ? ഷോർട്ട് ആം. എന്താണ്? ഷോർട്ട് ആം. 3 ടെയിൽ. ഓക്കെ, 3 ടെയിൽ. ഈ കാണുന്ന ഹെഡിനെ ഷോർട്ട് ആമിനും ഹെവി മീറോ മയോസിൻ എന്ന് വിളിക്കാറുണ്ട്. എന്ത് വിളിക്കും? ഹെവി മീറോ മയോസിൻ. ഓക്കെ അല്ലേ? ടെയിലിന് എന്ത് വിളിക്കാറുണ്ട്? ലൈറ്റ് മീറോ മയോസിൻ. ഹെഡും ഷോർട്ട് ആമും കൂടി ചേർന്ന് എന്ത് കിട്ടും? ക്രോസ് ആം കിട്ടും. ഹെഡും ഷോർട്ട് ആമും കൂടി ചേർന്ന് എന്നിട്ടും ക്രോസ് ആം. ഓക്കെ അല്ലേ? അതാണ് മയോസിൻ. മയോസിനെ പറ്റി പറയാൻ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് എന്ത്? സാർക്കോമിയർ. എന്താ പറയും? സാർക്കോമിയർ. അപ്പോൾ സാർക്കോമിയർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ലൈനെ വിളിക്കുന്നവരാണ് സെഡ് ലൈൻ എന്നാണ് പറയുക. എന്താ പറയുക? ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ലൈനാണിത് സെഡ് ലൈൻ. ഈ സെഡ് ലൈനിൽ ഏത് ഫിലമെന്റ് ഉണ്ടാവും? സെഡ് ലൈനിൽ ഏത് ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിരിക്കുക? ആക്റ്റിൻ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ് എന്ത് ഉണ്ടാവുക? സെഡ് ലൈനിൽ ഉണ്ടാവും കേട്ടോ. ഏത് ഫിലമെന്റ്? ആക്റ്റിൻ. അപ്പോൾ ആക്റ്റിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലൈനെ വിളിക്കുന്നവരെന്താ? സെഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് ആക്റ്റിനാണ്. ഇത് ആക്റ്റിനാണ് കേട്ടോ. ശരി, ഇത് ആക്റ്റിനാണ്. ഓക്കെ അല്ലേ? ഇനി ഈ കാണിക്കുന്ന തിക്ക് ഫിലമെന്റ് ഇല്ലേ? തിക്ക് ഫിലമെന്റ്, ദാറ്റ് ഈസ് മയോസിൻ. അപ്പോൾ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് എന്താ? ആക്റ്റിൻ. ഓക്കെ, ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത് എന്താ? മയോസിൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആക്റ്റിനെ ബൈൻഡ് ചെയ്യാൻ ആരുണ്ട്? സെറ്റ് ലൈൻ ഉണ്ട്. മയോസിന് വെറുതെ എയറിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ല, മയോസിനെ ബൈൻഡ് ചെയ്യാൻ ആരുണ്ടോ? വേറൊരു ലൈൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എം ലൈൻ. ഇത് വിളിക്കും എം ലൈൻ. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഈ കാണുന്ന ഇതുണ്ട്, ഭാഗം ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ്, ഈ ആക്റ്റിൻ ഈ റീജിയൻ്റെ പ്രത്യേകം എന്താ? ആക്റ്റിൻ മാത്രമല്ലേ ഉള്ളൂ. ആക്റ്റിൻ മാത്രമുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരെന്താ? ഐ ബാൻഡ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഐസോട്രോപിക് ബാൻഡ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ലൈറ്റ് ബാൻഡ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ റിവൈസ് ചെയ്യല്ലേ. ഓക്കെ, ഐ ബാൻഡ്. ഇനി ഈ റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉണ്ടടാ? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആക്റ്റിൻ ഉണ്ട്, മയോസിൻ ഉണ്ട്. ഈ ആക്റ്റിനും മയോസിനുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരെന്താ? എ ബാൻഡ് എന്നാണ് പറയുക. എന്ത് പറയും? എ ബാൻഡ്. അല്ലെങ്കിൽ എന്ത് പറയും? അനൈസോട്രോപിക് ബാൻഡ്. അല്ലെങ്കിൽ എന്ത് പറയും? ഡാർക്ക് ബാൻഡ് എന്ന് പറയും. ഡാർക്ക് ബാൻഡ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇനി ഈ മയോസിൻ മാത്രമുള്ള ഈ റീജിയൻ ഇല്ലേ? മയോസിൻ മാത്രമുള്ള ഈ റീജിയൻ. ഓക്കെ, ഇതാണ് മയോസിൻ മാത്രമുള്ള റീജിയൻ. ഈ മയോസിൻ മാത്രമുള്ള ഈ റീജിയനെ വിളിക്കുന്നവരെന്താ? ദിസ് ഈസ് കോൾഡ് എച്ച് സോൺ. എന്ത് വിളിക്കാറുണ്ട്? എച്ച് സോൺ. അപ്പോൾ നമ്മളുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് സാർക്കോമിയർ? എന്താണ് സാർക്കോമിയർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് സാർക്കോമിയർ? സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെഡ് ലൈൻ കണ്ടോ? ഈ രണ്ട് സെഡ് ലൈൻ തമ്മിലുള്ള ഈ റീജിയൻ ഇല്ലേ? രണ്ട് സെഡ് ലൈൻ്റെ ഇടയ്ക്കുള്ള ഈ റീജിയനെ വിളിക്കുന്നവരെന്താ? സാർക്കോമിയർ. അപ്പോൾ എന്താ സാർക്കോമിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സാർക്കോമിയർ ഇസ് ദ റീജിയൻ ബിറ്റ്വീൻ ടു adjacent Z line. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ദ കൺട്രാക്ഷൻ യൂണിറ്റ് ഓഫ് മസിലിൻ്റെ കൺട്രാക്ഷൻ യൂണിറ്റ് ആണ് എന്ത്? നമ്മുടെ സാർക്കോമിയർ. കൺട്രാക്ഷൻ യൂണിറ്റ് ഓഫ് മസിൽ. അതിൻ്റെ ഉള്ളിലാണ് കൺട്രാക്ഷൻ നടന്ന എല്ലാ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് പറയുമ്പോൾ എന്തിനാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, മസിൽ കൺട്രാക്ഷൻ്റെ മെക്കാനിസം പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി? നിങ്ങൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ മസിലിൻ്റെ ഇതാണ് നമ്മൾ ബൈസെപ്സ് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബൈസെപ്സിൻ്റെ ഉള്ളിലുള്ള എന്ത്? ആക്റ്റിനും മയോസിനും എന്ത് ചെയ്യണം? സ്ലൈഡ് ചെയ്യണം. ഓക്കെ, ആക്റ്റിൻ സ്ലൈഡ് ഓവർ ദ മയോസിൻ. അതായത് ആക്റ്റിനും മയോസിനും സ്ലൈഡ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് നടക്കുള്ളൂ? മസിൽ കൺട്രാക്ഷൻ നടക്കുള്ളൂ. അതുകൊണ്ടാണ് എന്ത് വെച്ചാൽ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് വിളിക്കുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ ഈ മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് നടക്കണോടാ? ആദ്യം ഒരു മസിൽ സ്ട്രക്ചർ ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ആദ്യം ഞാൻ ബൈസെപ്സ് ആണ് പറയാൻ. ഓക്കെ, ബൈസെപ്സ്, ഇതാണ് നമ്മുടെ ബൈസെപ്സ്. ഇതാണ് ബൈസെപ്സ് വിചാരിക്കുക, ഇതാണ് ബൈസെപ്സ് മസിൽ കേട്ടോ. ഇതാണ് ബൈസെപ്സ് മസിൽ. ആദ്യം ബൈസെപ്സ് മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബൈസെപ്സിൻ്റെ എന്ത് ചെയ്യും? ബൈസെപ്സിന് സിഗ്നൽ എത്തും. ഓക്കെ, എവിടുന്ന്? ബ്രെയിനിൽ നിന്ന് സിഗ്നൽ എത്തും. ഓക്കെ, ഒരു നെർവ് വഴി ബൈസെപ്സിന് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നെർവ് വഴി എന്ത് ചെയ്യും? ബൈസെപ്സിന് നേരെ സപ്ലൈ ചെയ്യും. ബൈസെപ്സിന് കയറിയിട്ട് ബൈസെപ്സിൻ്റെ മസിൽ സെല്ലുമായിട്ട് ഈ നെർവ് എന്തുണ്ടാക്കും? ഒരു സിനാപ്സ് ഉണ്ടാക്കും. ഓക്കെ, മസിൽ സെല്ലുമായിട്ട് എന്തുണ്ടാക്കും? നെർവ് ഒരു സിനാപ്സ് ഉണ്ടാക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആ സിനാപ്സ് ആണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഇതാണ് മസിൽ സെൽ എന്ന് വിചാരിക്കുക. ഇത് മസിൽ സെൽ, ഇതാണ് ന്യൂറോൺ, ഇതാണ് മോട്ടോർ ന്യൂറോൺ. ഇതിനെടുക്കുന്നുണ്ട് ഒരു സ്പേസ് കാണുന്നില്ലേ? ഈ സ്പേസിനെ എന്ത് വിളിക്കും? സിനാപ്സ്, അല്ലെങ്കിൽ നെർവും മസിൽ നമ്മളെ ജംഗ്ഷൻ അല്ലേ? ദാറ്റ് ഇസ് കോൾഡ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. എന്ത് പറയും? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഓക്കെ അല്ലേ? ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആദ്യം സിഗ്നൽ എത്തും. ഓക്കെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആദ്യം സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആദ്യം സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നെർവ് എന്ത് റിലീസ് ചെയ്യും? ഈ ന്യൂറോണിന്റെ അറ്റത്ത് നിന്ന് സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. സിനാപ്റ്റിക് നോബ് എന്ത് റിലീസ് ചെയ്യും? അസിറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. ഈ അസിറ്റൈൽ കോളിൻ പോയിട്ട് മസിൽ സെല്ലിനെ പിടിച്ച് ആക്ട് ചെയ്ത് മസിൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ആദ്യം നടക്കുന്നത്. അപ്പം ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. നെർവ് ഇമ്പൾസ് അറ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ എന്ത്? നെർവ് ഇമ്പൾസ് എത്തും. ഓക്കെ, ആ സ്ട്രക്ചറാണ്, ആ ഒരു ഇതാണ് വരക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മസിൽ സെൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂറോൺ. ഓക്കെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്തെത്തും? നെർവ് ഇമ്പൾസ് എത്തും. എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ? എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ന്യൂറോ മസ്കുലർ ജംഗ്ഷന്, ഓക്കെ, എല്ലാവർക്കും അറിയാം, ഈ കാണുന്ന നെർവിൻ്റെ ന്യൂറോണിൻ്റെ അറ്റത്തുനിന്ന് സിനാപ്റ്റിക് നോബ് ഉണ്ടാവും. ഈ ബൾബിലേക്ക് സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. ഈ അസറ്റൈൽ കോളിൻ പോയിട്ട് മസിൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആക്റ്റിന് മേലെ മയോസിനെ ഹെഡ് ബൈൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കണം? മയോസിനെ പിടിച്ച് വലിക്കണം. ഓക്കെ, ആക്റ്റിന് മേലെ മയോസിനെ ഹെഡ് ബൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കണം. പക്ഷേ എന്തുകൊണ്ട് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഇതാണ് ആക്റ്റിൻ, ഇതാണ് മയോസിന്റെ ഹെഡ്. ഓക്കെ, മയോസിന്റെ ഹെഡ് ആക്റ്റിൽ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആക്റ്റിനെ പിടിച്ച് വലിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? മസിൽ കൺട്രാക്ഷൻ നടക്കുക. ഓക്കെ, മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ ഈ ആക്റ്റിന് മേലെ മയോസിൻ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വലിക്കണം. അപ്പോൾ എന്തുകൊണ്ട്? പക്ഷേ നോർമലി എന്ത് ചെയ്യില്ല, ഇത് സംഭവിക്കില്ല. മയോസിന്റെ ഹെഡ് ആക്റ്റിൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ മയോസിനെ ഈ ആക്റ്റിൽ കയറി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാരണം നോക്കാം. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളുടെ എന്ത്? ആക്റ്റിൻ എന്ന് വിചാരിക്കും. ഇതാണ് ആക്റ്റിൻ. ഓക്കെ, ഇതാണ് ആക്റ്റിൻ. ഓക്കെ, ഈ കാണുന്നതാണ് ആക്റ്റിൻ. അപ്പോൾ ഈ ആക്റ്റിനിൽ ആര് ബൈൻഡ് ചെയ്യണം? നമ്മളുടെ സ്വന്തം മയോസിൻ ബൈൻഡ് ചെയ്യണം. ഇതാണ് മയോസിൻ. ഓക്കെ, ഇതാണ് മയോസിൻ. ഓക്കെ, ഇത് മയോസിൻ്റെ ഹെഡാണ്. ഓക്കെ, ഇത് മയോസിൻ്റെ ഹെഡാണ്, ഇത് മയോസിൻ്റെ ടൈലാണ്. ഓക്കെ, ജസ്റ്റ് സ്കീമാറ്റിക്കലി കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ആക്റ്റിനിൽ ആര് ബൈൻഡ് ചെയ്യണം? മയോസിൻ ബൈൻഡ് ചെയ്യണം. അതിന് മുന്നേ ഈ മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലത്ത് ആരിപ്പുണ്ടാ നോക്കാം? നമ്മളുടെ സ്വന്തം, ഇതാണ് മയോസിൻ ബൈൻഡിങ് സൈറ്റ്. മയോസിനിൽ ഈ സൈഡിലാണ് ബൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ കാണുന്ന സൈറ്റിലാണ് മയോസിന് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സൈഡിൽ ആരിപ്പുണ്ട്? നമ്മളുടെ ട്രോപ്പോണിൻ, നമ്മുടെ ഡോൺ ട്രോപ്പോണിൻ ഇരിപ്പുണ്ട്. നമ്മൾ ട്രോപ്പോണിൻ പഠിച്ചപ്പോൾ പറഞ്ഞു, ട്രോപ്പോണിൻ എവിടെ ഉള്ളത്? മയോസിൻ ബൈൻഡിങ് സൈറ്റിലാണുള്ളത്. ഓക്കെ, ഈ മയോസിൻ ബൈൻഡിങ് സൈഡിൽ ആരിപ്പുണ്ട്? ട്രോപ്പോണിൻ ഇരിപ്പുണ്ട്. ട്രോപ്പോണിൻ അവിടെ ഇരിക്കുന്നിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ മയോസിന്റെ ഹെഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഇപ്പോൾ മയോസിന്റെ ഹെഡ് ബൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഡോണിനെ അവിടുന്ന് റിമൂവ് ചെയ്യണം. ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്ന ഡോണിനെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മയോസിന്റെ ഹെഡിന് കയറി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്ക് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്നു. ഈ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്ന സമയത്ത്, സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ റിലീസ് ചെയ്യുമ്പോൾ ഈ സാർക്കോലെമ്മയിലെ ഓക്കെ മസിൽ മെമ്പറയിൽ എന്തുണ്ടാവും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ മസിൽ മെമ്പറയിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ജനറേറ്റ് ചെയ്ത മസിൽ മെമ്പറയിൽ ജനറേറ്റ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. മസിൽ മെമ്പറയിൽ മൊത്തം എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മസിൽ സെല്ലിലുള്ള, ഇതാണ് മസിൽ സെല്ലെങ്കിൽ, ഇതാണ് മസിൽ സെല്ലെങ്കിൽ, ഈ മസിൽ സെല്ലിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗൻ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ആര് റിലീസ് ചെയ്യും? കാൽസ്യം റിലീസ് ചെയ്യും. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ആര് റിലീസ് ചെയ്യും? കാൽസ്യം. അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ എന്താ? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം റിലീസസ് കാൽസ്യം അയോൺസ് ഇൻടു സാർക്കോപ്ലാസം. സാർക്കോപ്ലാസത്തിൽ നിന്ന് കാൽസ്യം റിലീസ് ചെയ്യും. ഈ കാൽസ്യം കയറി ആരെ ബൈൻഡ് ചെയ്യും? നമ്മളുടെ ട്രോപ്പോണിനിൽ കയറി ബൈൻഡ് ചെയ്യും. അപ്പോൾ ട്രോപ്പോണിൻ എന്ത് ചെയ്യും? ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കും.
ഓക്കെ. അപ്പോൾ കാൽസ്യം റിലീസ് ചെയ്യുന്നു, കാൽസ്യം ആരെ കയറി ബൈൻഡ് ചെയ്യും, ട്രോപ്പോണിനെ ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിൻ എവിടെ ഇരിക്കുന്നത്? മയോസിൻ ബൈൻഡിങ് സൈറ്റിലാണ് ഇരിക്കുന്നത്. ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ നിന്ന് ആര് മാറി നിൽക്കേണ്ടി വരും? ട്രോപ്പോണിൻ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ആര് എക്സ്പോസ്ഡ് ആയി? മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസ്ഡ് ആയി. ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റിലോട്ട് നമ്മളുടെ മയോസിന്റെ ഹെഡ് കയറി അങ്ങ് ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് അതാണ് സംഭവിക്കുക. കാൽസ്യം ബൈൻഡ്സ് വിത്ത് ട്രോപ്പോണിൻ. കാൽസ്യം എന്ത് ചെയ്യും? ട്രോപ്പോണിനെ ബൈൻഡ് ചെയ്യും. കാൽസ്യം ബൈൻഡ്സ് വിത്ത് ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്തതിന് ശേഷം troponin shifts exposing active myosin binding sites on the actin. ഓക്കെ, മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് എന്താവും? ഫ്രീ ആവും. ഓക്കെ അല്ലേ? ശരി. ഇനി മയോസിൻ ഹെഡ് എന്ത് ചെയ്യും? മയോസിൻ ഹെഡ് ADP-നെ ഹൈഡ്രോളൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ആക്റ്റിനിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതിന് എന്തുണ്ടാവും? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നതാണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതാണ് നമ്മുടെ മയോസിൻ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആക്റ്റിൻ. ആദ്യം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ATP എന്ത് ചെയ്യും? ATP കയറി ബൈൻഡ് ചെയ്യും. ATP ഹെഡിൽ കയറി ബൈൻഡ് ചെയ്യും. ATP കയറി ഹെഡിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മയോസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും ആദ്യം ഉണ്ടാവുക? 45 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 45 ഡിഗ്രി. ATP കയറി ബൈൻഡ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഗ്രി, ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. 90 ഡിഗ്രി ആയിട്ട് മാറും. 90 ഡിഗ്രി ആയിട്ട് മാറിയതിന് ശേഷം, ഓക്കെ, ഇതാണ് നമ്മുടെ ആക്റ്റിൻ. 90 ഡിഗ്രി ആയിട്ട് മാറിയതിന് ശേഷം ആക്റ്റിനിൽ കയറി ബൈൻഡ് ചെയ്യും. ഓക്കെ, എവിടെ കയറിയാൽ ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ കയറി ബൈൻഡ് ചെയ്യും. കാരണം ATP ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും? ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഓക്കെ, ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റിൻ്റെ ആ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ ആക്റ്റിനിൽ കയറി ആര് ബൈൻഡ് ചെയ്യും? നമ്മളുടെ സ്വന്തം മയോസിൻ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ആക്റ്റിൻ. ഓക്കെ, ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന മയോസിൻ. അപ്പോൾ ബൈൻഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? നെക്സ്റ്റ് എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിൻ്റെ ഹെഡിന്ന് എന്ത് റിലീസ് ചെയ്യും? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും റിലീസ് ചെയ്യും. ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ്ഡ് ഫ്രം ഹെഡ് ഓഫ് മയോസിൻ. മയോസിൻ്റെ ഹെഡിൽ നിന്ന് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മയോസിൻ്റെ ഹെഡിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രി എന്നുള്ള സംഭവം എങ്ങോട്ട് തിരിച്ചു വരും? 45 ഡിഗ്രിയിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ഈ 90 ഡിഗ്രി എന്നുള്ള സാധനം എങ്ങോട്ട് തിരിച്ചു വരും? 45 ഡിഗ്രിയിലോട്ട് തിരിച്ചു വരും. ഓക്കെ, 45 ഡിഗ്രിയിലോട്ട് തിരിച്ചു വരും. അതായത് ഇങ്ങനെ എന്ന സാധനം ഇങ്ങനെയാണ് തിരിച്ചു വരും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ആരായിട്ട് ബോണ്ടിലുണ്ട്? ആക്റ്റിനായിട്ട് ഇത് ബോണ്ടിലാണ്. അപ്പോൾ 90 ഡിഗ്രി ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇത് ആക്റ്റിൻ, ഇത് മയോസിനായിട്ട് 90 ഡിഗ്രി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് 45 ഡിഗ്രിയിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആക്റ്റിനെ കയറി സ്ലൈഡ് ചെയ്ത് വലിച്ചങ്ങ് കൊണ്ടുവരും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇനി എന്ത് ചെയ്യണം? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നെക്സ്റ്റ് ATP കയറി ബൈൻഡ് ചെയ്യണം. ബൈൻഡ് ചെയ്താൽ മാത്രമേ ഈ ബോണ്ട് ബ്രേക്ക് ആവുള്ളൂ. നെക്സ്റ്റ് ATP ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. ഓക്കെ, പണ്ടത്തെ പോലെ ആര് നിൽക്കും? 45 ഡിഗ്രിയിൽ നമ്മളുടെ സ്വന്തം മയോസിൻ നിൽക്കും. പണ്ടത്തെ സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഇതാണ് എന്ത്? ക്രോസ് ബ്രിഡ്ജ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ATP ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം. അപ്പോൾ ഈ സ്റ്റെപ്പിനാണ് നമ്മൾ എന്താ പറയുക? ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതാണ് സ്ലൈഡിങ്. ഓക്കെ, ഇതെന്താ? ഇത് ക്രോസ് ബ്രിഡ്ജ് ബ്രേക്കിംഗ്. ഓക്കെ അല്ലേ? ക്രോസ് ബ്രിഡ്ജ് ബ്രേക്കിംഗ്. ഓക്കെ അല്ലേടാ? ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സാർക്കോമിയർ ചേഞ്ചസ് ആഫ്റ്റർ മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് സാർക്കോമിയറിലെ ചേഞ്ചസ് എന്നാണ് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ സാർക്കോമിയർ എന്ന് വിചാരിക്കുക. ഇതാണ് സാർക്കോമിയർ. ഓക്കെ, ഇത് നമ്മളുടെ ആക്റ്റിൻ. ഓക്കെ, ഇതെന്താ? മയോസിൻ. ഇത് മയോസിൻ. ഓക്കെ, മയോസിൻ. ശരി. മസിൽ കൺട്രാക്ഷൻ സംഭവിക്കുക വെച്ചാൽ മസിൽ ഇങ്ങനെ ചുരുങ്ങും. ഓക്കെ, മസിൽ ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഈ Z ലൈനൊക്കെ അടുത്തേക്ക് വരും. ഓക്കെ, എന്താ സംഭവിക്കും? ആക്റ്റിനൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കും. ഇതാണ് ആക്റ്റിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മയോസിൻ. ഇതാണ് അടുത്ത മയോസിൻ. ഇപ്പോൾ പറ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക. ഐ ബാൻഡ് ഷോർട്ടൻ. ഓക്കെ,
ഐ ബാൻഡ് എന്താവും? ഷോർട്ട് ആവും. അല്ലെ ഐ ബാൻഡ് ഡിസപ്പിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി പറ സാർക്കോമിയർ എന്താവും? സാർക്കോമിയർ ലെങ്ത് ഷോർട്ടൻ ആവും. ഓക്കെ, സാർക്കോമിയർ ലെങ്ത് കുറയും. ഓക്കെ അല്ലേ? ഇനി എച്ച് സോൺ എന്ത് ചെയ്യും? ഡിസപ്പിയർ ആവും. ഓക്കെ, എച്ച് സോണ് ഷോർട്ട് ആവും, അല്ലെ ഡിസപ്പിയർ ആവും. പക്ഷെ ആര് സെയിം ആവും? എ ബാൻഡ് റിമെയിൻ സെയിം. ഓക്കെ, എ ബാൻഡ് റിമെയിൻ സെയിം. എ ബാൻഡ് റിമെയിൻ സെയിം. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് സാർക്കോമിയർ ചേഞ്ചസ് ആഫ്റ്റർ മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ഇനി പറയാനുള്ളതാണ് ടൈപ്സ് ഓഫ് സ്കെലറ്റൽ മസിൽസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഇപ്പോൾ റെഡ് മസിൽ എന്ന് പറയുമ്പോൾ ഈ റെഡ് മസിലിനെ വിളിക്കാൻ കാരണം എന്താ? അതിലെന്തുണ്ടാ? മയോഗ്ലോബിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ്. മയോഗ്ലോബിൻ ഭയങ്കര കൂടുതലാണ്. ഇവിടെ മയോഗ്ലോബിൻ ഇല്ല എന്നല്ല, മയോഗ്ലോബിൻ്റെ എമൗണ്ട് കുറവാണ്. കൂടുതൽ പ്ലസ് ഇട്ടാൽ കൂടുതലുണ്ട്, ഒരു പ്ലസ് ഇട്ടാൽ കുറവാണ്. ഓക്കെ, മയോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ ഓക്സിജനെ സ്റ്റോർ ചെയ്യുക. ഓക്സിജനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ മസിൽ പെട്ടെന്ന് ഫെറ്റീഗബിൾ ആവില്ല, ക്ഷീണിക്കില്ല. ഓക്കെ, റെസിസ്റ്റൻറ്റ് ഫെറ്റീഗ്നെസ്, റെസിസ്റ്റൻറ്റ് ടു ക്ഷീണം. ഇതെന്താണ്? ഈസിലി ഫെറ്റീഗബിൾ ആണ്. ഈസിലി ഫെറ്റീഗബിൾ. ഓക്കെ, ഈസിലി ഫെറ്റീഗബിൾ ആണെന്ത്? വൈറ്റ് മസിൽ. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആരുണ്ടാവും? നമ്മളുടെ മൈറ്റോകോൺട്രിയ കുറേ ഉണ്ടാവും. മൈറ്റോകോൺട്രിയ കുറേ ഉണ്ടാവും. ഇതിൽ മൈറ്റോകോൺട്രിയ കുറവായിരിക്കും. ഒറ്റ പ്ലസ് ഇട്ടാൽ കുറവാണ്. ഓക്കെ, പിന്നെ പക്ഷേ ഇതിൽ ആര് കുറവാണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കുറവാണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കുറവാണ്. പക്ഷേ ഇതിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഭയങ്കര കൂടുതലായിരിക്കും. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഈ മസിൽ നോക്കിക്കഴിഞ്ഞാൽ മസിൽ ഫെറ്റീഗ്നെസ്സിന് പോകാത്തതുകൊണ്ട്, മസിൽ ഫെറ്റീഗ്നെസ് പോകാത്തതുകൊണ്ട് റെഡ് മസിൽ എന്ത് ചെയ്യില്ല? ഫെറ്റീഗ് റെസിസ്റ്റൻ്റ് ആണ്. ഫെറ്റീഗ് റെസിസ്റ്റൻ്റ് ആണ്. മെയിൻലി ഡിപ്പെൻഡ് ഓൺ എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ഇതെന്തിനു പോകും? അനേറോബിക് റെസ്പിറേഷനിൽ പോകും. അനേറോബിക് റെസ്പിറേഷനിൽ പോകും. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മസിൽ എന്നുള്ള പാട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് എന്ത്? നമ്മളുടെ എല്ല് അഥവാ സ്കെലറ്റൽ സിസ്റ്റം. നമുക്കറിയാം സ്കെലറ്റൽ സിസ്റ്റം ക്യാൻ ബി ഡിവൈഡ്സ് ഇൻറ്റു 2. ഏതൊക്കെയാണ്? ഒന്ന് ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം. രണ്ട് അപ്പൻഡിക്കുലാർ സ്കെലറ്റൽ സിസ്റ്റം. ഓക്കെ അല്ലേ? ആക്സിയൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ആക്സിസ്. സ്കള്ള്, റിബ്സ്, സ്റ്റേണം, വെർട്ടിബ്രൽ കോളം. ഓക്കെ, വെർട്ടിബ്രൽ കോളം മനസ്സിലായോ? സ്കള്ള്, റിബ്സ്, സ്റ്റേണം, വെർട്ടിബ്രൽ കോളം. അപ്പോൾ സ്കള്ള് എന്ന് പറയുമ്പോൾ എത്ര പോണ്? 29 പോണ്. ഓക്കെ, റിബ്സ് എന്ന് പറയുമ്പോൾ എത്ര പോണ്? 24 പോണ്. വെർട്ടിബിൾ കോളം എന്ന് പറയുമ്പോൾ എത്ര പോണ്? 26 പോണ്. സ്റ്റേണം എന്ന് പറയുമ്പോൾ 1 പോണ്. അപ്പോൾ എത്ര പോണ്? 80 പോൺസ്. എത്ര ഉണ്ടാവും? 80 പോൺസ്. അപ്പൻഡിക്കുലാർ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പൻഡിക്കുലാർ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ അതായത് ഇതാണ് നമ്മളുടെ കൈ. ഇതാണ് കൈ. കൈയുടെ അപ്പൻഡിക്കുലാർ, കാലൊരു അപ്പൻഡിക്കുലാർ. ഓക്കെ, അതായത് ആക്സിസിലോട്ട് കണക്ട് ചെയ്യുന്ന ആള്, ആക്സിസിലോട്ട് കണക്ട് ചെയ്യുന്ന ആളെന്ന് അപ്പൻഡിക്കുലാർ ആണ്. കൈയും കാലാണെന്ന് അപ്പൻഡിക്കുലാർ. കൈ എന്ന് പറയുമ്പോൾ ഫോർ ലിംബിൽ എത്ര പോണുണ്ട്? അവിടെ അറൗണ്ട് 30 പോണുണ്ട്. 2 ഫോർ ലിംബില്ലേ, അപ്പോൾ എത്ര? 60. ഈ കൈനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കണക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പെക്ടോറൽ ഗേർഡിൽ. അതിലെത്ര ഉണ്ട്? 2 × 2 എത്ര? 4. ഓക്കെ, ഹൈൻഡ് ലിംബ് എന്ന് പറയുമ്പോൾ എത്ര പോകണം? 30 പോകണം. 2 കാലില്ലേ, അപ്പോൾ 60 പോകണം. ഓക്കെ, ശരി. ഇതിനെ കണക്ട് ചെയ്യാൻ എന്തുണ്ട്? പെൽവിക് ഗേർഡിലുണ്ട്. പെൽവിക് ഗേർഡിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, 2 × 1 2. ഓക്കെ, 2 പോണുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പോണ്, ഇവിടെ ഒരു പോണ്. ഓക്കെ അല്ലേ? ശരി, അതാണ് എന്ത്? സ്കെലറ്റൽ സിസ്റ്റം. നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോർ ലിംബ് പഠിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർ ലിംബിലുള്ള ബോൺ ഏതാ? ഈ ബോൺ. ഓക്കെ, ഈ ബോൺ എന്താ? ഹ്യൂമറസ്. ഈ ബോണിനെ വിളിക്കുന്നത് എന്താ? ഹ്യൂമറസ്. ഓക്കെ, ഈ ബോൺ കഴിഞ്ഞാൽ എൽബോ ജോയിന്റ് കഴിഞ്ഞ റിസ്റ്റ് വരെ ഇവിടെ 2 ബോൺ ഉണ്ടാവും. തമ്പിന് നേരെ ഉള്ളത് റേഡിയസ്. ഓക്കെ, ഈ കാണുന്നത് അൾണ. ഓക്കെ, അൾണ. ഇതാണ് അൾണ. റിസ്റ്റ് ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കാർപ്പൽസ്. പാം എടുത്തു കഴിഞ്ഞാൽ മെറ്റാ കാർപ്പൽസ്. ഈ ഫിംഗറിൽ ഓരോ ഫിംഗറിലും 3 എണ്ണം ഉണ്ടാവും. ഇതിൽ 2 എണ്ണം, തമ്പിൽ 2 എണ്ണം, ബാക്കിയെല്ലാം 3 എണ്ണം. അപ്പോൾ ഫലാഞ്ചസ് എന്ന് പറയുമ്പോൾ 14 എണ്ണം. ഓക്കെ, അങ്ങനെ ഫോർ ലിംബിൽ എത്ര ഉണ്ട്? 30 ബോൺ ഉണ്ട്. ഓക്കെ അല്ലേ? 30 ബോൺ ഉണ്ട്. ഹൈൻഡ് ലിംബിലും നോക്കുക. ഹൈൻഡ് ലിംബ് പറയുമ്പോൾ നമ്മളുടെ ഹിപ്പ് മുതൽ നീ വരെ ഉള്ള ബോണിനെ പറയുന്നത് ഫീമർ. ഓക്കെ, ഫീമർ ഇതെന്തുണ്ട്? ഒരു നീ ക്യാപ്പ് ഉണ്ട്. ഫീമർ ഒരു നീ ജോയിന്റിൽ എന്തുണ്ട്? നീ ക്യാപ്പ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ ഇതില്ലേ തമ്പല്ല, ബിക്ടോന്റെ നേരെയുള്ളത് ടിബിയ. ഓക്കെ, അപ്പുറത്തുള്ളത് ഫിബുല. കാലിലുള്ള ടാർസൽസ് 7 എണ്ണം ഉണ്ടാവും. ഓക്കെ, മെറ്റാടാർസൽസ് 5 എണ്ണം ഉണ്ട്. ഫലാഞ്ചസ് 14 ഉണ്ട്. ഓക്കെ, ബോണിന്റെ പേര് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആണ് പേര് പഠിക്കാൻ. പക്ഷേ ഞാൻ ട്രിക്ക് പറയാം എങ്ങനെ അത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബോണിന്റെ പേര് നോക്കിയിട്ട് അതിൽ FO
ടിഒ ഉണ്ടെങ്കിൽ, എഫും ടിയും ഉണ്ടെങ്കിൽ, നമ്മൾ ഹൈൻഡ് ലിംബും അതുപോലെ ഫോർ ലിംബും എടുക്കുന്നു കേട്ടോ. എഫും ടിയും ഉണ്ടെങ്കിൽ അത് എവിടുത്തെ ബോണായിരിക്കും? ഹൈൻഡ് ലിംബിൽ ബോണായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫീമർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരാണ്. ഫീമറിൽ എന്തുണ്ട്? എഫ് ഉണ്ട്. പറ്റലയിൽ എന്തുണ്ട്? ടി ഉണ്ട്. ഓക്കെ, ടിബിയയിൽ എന്തുണ്ട്? ടി ഉണ്ട്. ഫിബുലയിൽ എന്തുണ്ട്? എഫ് ഉണ്ട്. ടാർസസിൽ ടി ഉണ്ട്. പിന്നെ മെറ്റാടാർസൽ എന്ന് പറയുമ്പോൾ ടാർസൽ, മെറ്റാടാർസൽ. ഫലാഞ്ചസ് പിന്നെ രണ്ടിലുണ്ടോ പ്രശ്നമില്ല. ഓക്കെ, ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ ടി എഫ് ഉണ്ടോ? ഇല്ല. ടി ഉണ്ടോ? ഒന്നും എന്നില്ല. നമ്മളെ ക്രൈറ്റീരിയ ഇവിടെ ഒന്നും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ എഫും ടി ഉണ്ടെങ്കിൽ അതേത് പോണ? കാലിലുള്ള പോണ. ഓക്കെ അല്ലേ? ശരി, അടുത്താണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ജോയിൻസ്. ഓക്കെ, എന്താണ് ജോയിൻസ് എന്ന് വെച്ചാൽ രണ്ട് ബോണിൻ്റെ കണക്ടർ പോയിന്റ് ആണ് എന്ത്? ഓക്കെ, കണക്ടർ പോയിന്റ് ആണ് ജോയിൻസ്. കണക്ഷൻ, ഓക്കെ, കണക്ഷൻ ബിറ്റ്വീൻ ടു ബോൺസ്. ഓക്കെ, അതിനാണെന്ന് പറയാം ജോയിൻസ് പറയാം. അപ്പോൾ എത്ര ടൈപ്പ് ജോയിൻസ് ഉണ്ട്? 3 ടൈപ്പ് ജോയിൻസ് ഉണ്ട്. ഏതൊക്കെയാടാ? ഒന്ന് ഫൈബ്രസ് ജോയിൻറ്റ്, ഒന്ന് ഫൈബ്രസ് ജോയിൻറ്റ്, 2 കാർട്ടിലേജിനസ് ജോയിൻറ്റ്, കാർട്ടിലേജിനസ് ജോയിൻറ്റ്, 3 സൈനോവിയൽ ജോയിൻറ്റ്. 3 എന്താ? സൈനോവിയൽ ജോയിൻറ്റ്. അപ്പോൾ ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെച്ചാൽ ഇത് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൾ ജോയിൻസ് തമ്മിൽ എന്തെങ്കിലും ഈ ഫൈബ്രസ് ജോയിൻറ്റുള്ള ബോൺസ് തമ്മിൽ എന്തില്ല? മൂവ് ചെയ്യില്ല, ഇമ്മൊബൈലാണ്. ഈ ജോയിൻറ്റ് എന്താണ്? ഇമ്മൊബൈലാണ്. ഓക്കെ, കാർട്ടിലേജിനസ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിമിറ്റഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ലിമിറ്റഡ് മൂവ്മെൻറ്റ്. ഓക്കെ, സൈനോവൽ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഫ്രീലി മൊബൈൽ, മൂവ്മെൻറ്റോട് മൂവ്മെൻ്റ് ആണ്, ഫ്രീലി മൊബൈൽ. ഫൈബ്രസ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ജോയിൻറ്റ് ബിറ്റ്വീൻ സ്കൾ ബോൺസ്. ഓക്കെ, സ്കൾ ബോൺസ്. ഓക്കെ, സ്കൾ ബോൺസ്. ഈ സ്കൾ ബോൺസ് തമ്മിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് കാണുന്നുണ്ടോ? ഇവിടെ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഈ രണ്ട് ജോയിൻറ്റ് സ്കൾ ബോൺസ് തമ്മിലുള്ള ജോയിൻറ്റ് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തുരുതുര ഒരു സ്റ്റിച്ച് ഇട്ട പോലെ ഉണ്ട്. ദിസ് ഇസ് കോൾഡ് സ്യൂച്ചർ. ഇത് വിളിക്കും സൂച്ചർ എന്ന് പറയും. കാർട്ടിലേജിനസ് ജോയിൻറ്റ് പറയുമ്പോൾ ജോയിൻറ്റ് ബിറ്റ്വീൻ വെർട്ടിബ്ര. ഓക്കെ, വെർട്ടിബ്ര. നട്ടലിൻ്റെ ഇടക്കാണ് എന്താണ്? കാർട്ടിലേജിനസ് ജോയിൻറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റഡ് മൂവ്മെൻ്റ് ആണ്. സൈനോവൽ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്രീലി മൊബൈലാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിൻറ്റ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സൈനോവൽ ജോയിൻ്റ് ആണ്, ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സൈനോവൽ ജോയിൻ്റ് ആണ് ഒന്നാണ് ബോൾ ആൻഡ് സോക്കറ്റ്. രണ്ടെന്താ? ഹിഞ്ച് ജോയിൻറ്റ്. മൂന്നെന്താ? പിവറ്റ്. നാലെന്താ? ഗ്ലൈഡിങ് സാഡിൽ. സോ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഷോൾഡർ ജോയിൻറ്റ് വരും. ഹിപ്പ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്. ഹിഞ്ച് എന്ന് പറയുമ്പോൾ എൽബോ, മെയിൻലി എൽബോ. പിവറ്റ് എന്ന് പറയുമ്പോൾ നോ മൂവ്മെൻറ്റ് കേട്ടോ. നോ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഇല്ലാന്നല്ല. ഇതാണ് നമ്മൾ ഒരാളെ വേണമെന്ന് വെച്ചാൽ വേണ്ട, നോ എന്ന് പറയുന്നത്. നോ മൂവ്മെൻറ്റ് ആണ് പിവറ്റ് കേട്ടോ. നോ മൂവ്മെൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഗ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ കാർപ്പൽസ് തമ്മിലുള്ള ജോയിൻറ്റിനാണ് പറയുക ഗ്ലൈഡിങ്. സാഡിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിൻറ്റ് എന്ന് പറയും കേട്ടോ. ടൈപ്സ് ഓഫ് സൈനോവൽ ജോയിൻറ്റ്. ഇനി നമുക്ക് എന്ത് പറയാം? ഡിസീസസ് പറയാം. ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം. മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുമ്പോൾ മയസ്തീനിയ ഗ്രാവിസ് പറയുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മയസ്തീനിയ ഗ്രാവിസ് എന്താണ്? ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ലീഡ് ടു ഫറ്റീഗ്, വീക്കനിങ് ആൻഡ് പാരലൈസ് ഓഫ് സ്കെലറ്റൽ മസിൽ. അതാണ് ഇത് മയസ്തീനിയ ഗ്രാവിസ്. ഗ്രാവിസ് മീൻസ് സിവിയർ എന്നാണ് മീനിങ് കേട്ടോ. സിവിയർ. മയസ്തീനിയ മീൻസ് മസിൽ വീക്ക്നസ്, സിവിയർ മസിൽ വീക്ക്നസ്. ഇനിയാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതൊരു എന്ത് ഡിസോർഡറാണ്? ജനറ്റിക് ഡിസോർഡറാണ്. ഓക്കെ, മസിൽ എന്ത് ചെയ്യാൻ? നശിച്ചു പോവുക. ഓക്കെ, ഇത് രണ്ടു തരം എക്സാം ചോദിച്ചു കണ്ടിട്ടില്ല. ഇതാണ് എക്സാം ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ടെറ്റനി എന്ന് പറയുമ്പോൾ എന്ന് എങ്ങനെ പറയും? ടൈറ്റനിങ്, മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, വെറുതെ മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിരിക്കുക. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ആവും, മുകളിൽ ഇങ്ങനെ ട്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണിത് നമ്മുടെ ടെറ്റനി എന്ന് പറയുന്നത് കേട്ടോ. ടെറ്റനി അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാ? ലോ കാൽസ്യം കുറയുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ലോ കാൽസ്യം. ഇനിയാണ് അടുത്തത് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ആർത്രോ മീൻസ് ജോയിൻ്റ് ആണ്. കേട്ടോ, ജോയിൻറ്റ്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റിൽ വീക്കം വരും. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് വാദം. നടക്കുമ്പോൾ വേദനിച്ച് നടക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ഓസ്റ്റിയോപൊറോസിസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ഓക്കെ, ഒരു പ്രായം കൂടുന്നതോറും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്ത്രീകളിൽ ഈസ്ട്രജൻ കുറയുമ്പോൾ ബോണ്ട് ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ എന്ത് കൂട്ടും? സ്ത്രീകളിൽ ബോണ്ട് ഡെൻസിറ്റി കൂട്ടും. പക്ഷേ സ്ത്രീകളിൽ ഈസ്ട്രജൻ കുറഞ്ഞ, പ്രായം കൂടുമ്പോൾ ഈസ്ട്രജൻ കുറഞ്ഞു വരും. അപ്പോൾ ബോണ്ട് ഡെൻസിറ്റി കുറയും. അപ്പോൾ വെറുതെ പോയി മുട്ടെന്ന് ചെയ്ത് ബോൺ പൊട്ടിപ്പോകും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ഓസ്റ്റിയോപൊറോസിസ് ബൈ ഡിക്രീസ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ഇസ് ദ മോസ്റ്റ് കോമൺ കോസ്.
ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആണ് ഗൗട്ട്. ഗൗട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗൗട്ട് എന്താണ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത് ഗൗട്ട്. ഗൗട്ട് എന്ന് പറയുമ്പോൾ കള്ള് കുടിക്കുമ്പോൾ എന്തുണ്ടാവും? ആൽക്കോൾ മെറ്റബോളൈസ് ചെയ്തിട്ട് യൂറിക് ആസിഡ് ഫോം ചെയ്യും. ഈ യൂറിക് ആസിഡ് ജോയിനിൽ പോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇറച്ചി കഴിച്ചാൽ മതി. എന്നിട്ട് യൂറിക് ആസിഡ് ജോയിനിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജോയിനിൽ എന്തുണ്ടാക്കും? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. യൂറിക് ആസിഡ് പോയി അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ജോയിൻസിൽ പെയിൻ ഉണ്ടാവും. ഇതാണ് എന്ത്? ഗൗട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ലോക്കോമോഷൻ മൂവ്മെൻറ്റിൻ്റെ വൺ ഷോട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെയാണ് എക്സാമിന് ചോദിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വൺ ഷോട്ടിൽ കാണാം. ബൈ.